മനുഷ്യരെ തിന്നുന്ന മല. കേൾക്കുമ്പോൾ ഒരു അമർചിത്ര കഥയാണ് പറയുന്നത് എന്ന് തോന്നുമായിരിക്കാം. പക്ഷേ ഇത് അങ്ങനെ ഒരു ഇല്ലാ കഥയല്ല. ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിശ്വസനീയമായ ഒന്നിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതെ, ആ മല തിന്നു തീർത്തത് ഒന്നോ രണ്ടോ മനുഷ്യരെയല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ്. അതിൽ പാതിയും ചോരത്തിളപ്പുള്ള യുവാക്കളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും. ഭൂമിയിലെ ഏറ്റവും ഭയാനകമായ ഒരിടം, ബൊളീവിയയിലെ പൊട്ടോസിയിലുള്ള സെറോ റിക്കോ. സ്പാനിഷ് ഭാഷയിൽ ഇതിനർത്ഥം അമൂല്യമായ മല എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളി ശേഖരം ഒളിപ്പിച്ചു വെച്ച മല. പക്ഷേ ചരിത്രം ഇതിന് നൽകിയ പേര് മറ്റൊന്നാണ്: മനുഷ്യരെ വിഴുങ്ങുന്ന മല, ദ മൗണ്ടെയിൻ ദാറ്റ് ഈറ്റ്സ് മെൻ. കഴിഞ്ഞ 5 നൂറ്റാണ്ടുകൾക്കിടയിൽ ഇത് കുടിച്ചു വറ്റിച്ചത് 80 ലക്ഷത്തോളം മനുഷ്യരുടെ ചോരയും ജീവനുമാണ്. വെള്ളി വാരാൻ വന്ന സ്പാനിഷ് അധിനിവേശക്കാർ അവിടത്തുകാരായ ആഫ്രിക്കൻ വംശജരെ ആ ഇരുണ്ട തുരങ്കത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് അവിടെ ശ്വാസം മുട്ടി പാറകൾക്കിടയിൽ ഞെരുങ്ങി ചത്തുപോയത് നൂറുകണക്കിന് മനുഷ്യരായിരുന്നു. എന്നാൽ അവരുടെ മൃതശരീരം പുറത്തെടുക്കാൻ പോലും അവർ തയ്യാറായില്ല. ആ മൃതശരീരങ്ങൾക്ക് മുകളിലൂടെയായിരുന്നു അവർ ഖനനം തുടർന്നത്. ഈ കഥയിലെ ഏറ്റവും ഭയാനകമായ ഭാഗം ഈ പറഞ്ഞതല്ല. ഖനിയുടെ ഇരുണ്ട കോണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വിചിത്രമായ ചില ആചാരങ്ങളാണ്. പുറം ലോകത്ത് ജീവിക്കുന്ന ആ ആഫ്രിക്കൻ വംശജർ കടുത്ത കത്തോലിക്കൻ വിശ്വാസികളാണ് എങ്കിലും ഇരുണ്ട തുരങ്കത്തിലേക്ക് ആദ്യ പടി വയ്ക്കുന്ന നിമിഷം മുതൽ അവർ ദൈവത്തെ മറക്കുന്നു. അതിന് പകരം അവർ ആരാധിക്കുന്നത് മുതലയുടെ ചർമ്മമുള്ള ചുവന്ന കണ്ണുകളുള്ള കൊമ്പുകളുള്ള ഒരു മൂർത്തിയെയാണ്. എൽ തിയോ എന്നറിയപ്പെടുന്ന ഒരു ദുർമൂർത്തിയെ. വായുവും വെളിച്ചവുമില്ലാത്ത ആ ഇരുണ്ട കോണിൽ ദൈവത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ അവർ ആ ഭീകരരൂപത്തെ ആരാധിക്കുന്നത്. ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, അവരിൽ പലരും ആ തുരങ്കത്തിനുള്ളിൽ അങ്ങനൊരു ഭീകരരൂപത്തെ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അവരൊരിക്കലും എൽ തിയോയെ ഒരു ദൈവമായിട്ടല്ല കാണുന്നത്, അവരുടെ സ്വന്തം രാജാവായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് മദ്യവും രക്തവും ബലിയും നൽകി അവർ ആ രൂപത്തെ സന്തോഷിപ്പിച്ചു നിർത്തുന്നത്. ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിലും മനുഷ്യനെ വിഴുങ്ങുന്ന ആ മല നിലനിൽക്കുന്നു, ആ സാത്താനോടൊപ്പം. അന്ധവിശ്വാസങ്ങൾക്കിടയിലും വിഷപ്പുകയ്ക്കിടയിലും 10,000-കണക്കിന് മനുഷ്യരാണ് ആ ഇരുണ്ട തുരങ്കത്തിനുള്ളിൽ ജീവിക്കുന്നത്. നമുക്ക് സെറോ റിക്കോയിലേക്ക് പോകാം, എൽ തിയോയെ കുറിച്ച് അറിയാം. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്.